പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം നടക്കുക. പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 9 മണി മുതൽ 10 മണി വരെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാണ് അവരവരുടെ നാടുകളിലേക്ക് ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകുക. അർദ്ധരാത്രി 12 മണിയോടെ പൊള്ളാച്ചി ആശുപത്രിയിൽ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം പുലർച്ചെയാണ് പൂർത്തിയായത്. 13-അംഗ സംഘമാണ് വിനോദയാത്രയ്ക്ക് പോയത്. പരിക്കേറ്റ 4 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ്. 500 അടിയോളം താഴ്ചയിലേക്കാണ് ഈ വാഹനം വീണത്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ ദുഃഖം രേഖപ്പെടുത്തി. കാരണം അത്രത്തോളം രാജ്യത്തെ നടുക്കിയ ഒരു വലിയ ദുരന്തമായി ഇത് മാറിയ പശ്ചാത്തലം കൂടിയുണ്ട്. പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് CV അനുമോദും പൊള്ളാച്ചിയിൽ ഡാനി പോളും അപകടം നടന്ന സ്ഥലത്ത് പ്രജിത്ത് ഉണ്ട്. ആദ്യം അനുമോദിലേക്ക് ഒന്ന് പോകണം. അനുമോദ്, അവിടെ വലിയ വികാരനിർഭരമായ രംഗങ്ങളാണ്. അത്രത്തോളം പ്രിയപ്പെട്ടവർ അവർക്കൊക്കെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. പൊതുദർശനം 9 മുതൽ 10 വരെ അവരുടെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സർക്കാരുകളുടെ ഒരു സംയുക്ത കോർഡിനേഷൻ ഇക്കാര്യത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രജിത്ത്, നമ്മളുള്ളത് പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നമുക്കിവിടെ കാണാൻ കഴിയും, ഗ്രൗണ്ടിൽ തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ സംഭവം അറിഞ്ഞത് മുതൽ ഈ ഒരു നാട്ടുകാരൊക്കെ എങ്ങനെ ഇത് ഉൾക്കൊള്ളും എന്നറിയാത്ത വലിയ വേദനയിലായിരുന്നു. ആ ഘട്ടത്തിൽ പോലും ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ അധ്യാപകർ, അവർക്ക് അന്ത്യയാത്ര ചൊല്ലാനുള്ള ഒരു സൗകര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ട് യാത്ര പറയാനുള്ള സൗകര്യം അത് ഇവിടെയാണ് ഒരുക്കിയത്. ഇത് ഷിഹാബ് ഇവിടുത്തെ മെമ്പറാണ്. ഇവിടെ സ്കൂള് അവർ വർക്ക് ചെയ്യുന്ന സ്കൂള് പുറത്താണ്, പിന്നെ LP സ്കൂളാണ്. ഇവിടെ വലിയ കുറച്ചുകൂടി സൗകര്യമുള്ളത് സ്കൂൾ സൗകര്യം ഉണ്ടായതുകൊണ്ട് എല്ലാ ബോഡി ഒരുമിച്ച് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ആളുകൾക്കും സൗകര്യത്തിന് വേണ്ടിയിട്ട്. കാരണം 7 പേര് ഈ നാട്ടുകാരും 2 പേര് കുളത്തൂരും പുലാമന്തോളും. ഇതിൽ ഒരു ടീച്ചർ വേറെ സ്കൂളത്തെയാണോ? അത് നമ്മൾ പിന്നെ UP സ്കൂള് തൊട്ടടുത്ത ഗവൺമെന്റ് എല്ലാവർക്കും കണ്ടുപരിചയമുള്ള. അതെ, എല്ലാവർക്കും പരിചയമുള്ള എല്ലാവരും. കാരണം HM ഒക്കെ പ്രത്യേകിച്ച് ഓരോരുത്തരും എടുത്ത് പറയേണ്ടതില്ല. പ്രത്യേകിച്ച് ഇവിടെ മജീദ് മാഷ ഭാര്യ, അങ്ങനെ എല്ലാ അധ്യാപകരും. ഇതിൽ മജീദ് മാഷ് കാഴ്ച പരിമിതി അതിജീവിച്ച് പ്രത്യേകിച്ച് പുതിയ വീടൊക്കെ വെച്ച് അതിന്റെ കുടിയിരിക്കൽ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 4-5 മാസം ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന് കൂടെ അദ്ദേഹത്തിന് പറഞ്ഞുണ്ട്. അതെ മരണപ്പെട്ടു പോയി. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ? ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ എല്ലാ 9 ഫീസറുണ്ട്. ഒരു ഫീസർ നമ്മൾ എക്സ്ട്രാ കരുതിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും പോകാനുള്ള ബാരിക്കേഡ് ഉണ്ട്. പിന്നെ വെള്ളം സൗകര്യങ്ങൾ, പിന്നെ ബോക്സ് കാര്യങ്ങൾ, എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, എല്ലാ സജ്ജീകരണവും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിൽ ഈ നാട് മുഴുവൻ 100%. ഇന്നലെ മുതലേ ഈ നാട് എന്തായാലും ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കയ്യിലേറെ ബ്ലോക്ക് വരാനുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. എന്താണെങ്കിലും നമുക്ക് പലർക്കും മുഴുവൻ സംസാരിക്കാൻ പോലും കഴിയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല. ഇവിടെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA യും അതുപോലെ മഞ്ഞളാംകുഴി MLA യും ഇവിടെയുണ്ട്. വലിയ തടുക്കുന്നൊരു വാർത്തയാണ്. വല്ലാത്തൊരു ദുരന്തകരമായ വാർത്തയല്ലേ. കാരണം 9 ആളുകൾ ഒരുമിച്ചൊരു നാട്ടിൽ നിന്ന്, അത് ഒരു സ്കൂളിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ ഒരുമിച്ചൊരു നാട്ടിൽ നിന്ന് തിരിച്ചു മടങ്ങുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ദുരന്ത വാർത്തയാണ്. നാടിനെ തന്നെ നടക്കുന്നൊരു സംഗതിയാണല്ലോ. പ്രദേശ അധ്യാപകരാണ്. കുട്ടികളുടെ മനസ്സിൽ ഒരുപാടേറെ തലമുറ അവരിലൂടെ വളർന്നു വന്നവരാണ്. അതിൻ്റെയൊക്കെ ഒരു വേദന സ്വാഭാവികമായി ഒരു നാട് ഏറ്റെടുക്കുമല്ലോ. അത്തരം ഒരു പ്രയാസകരമായ അനുഭവമാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനകം ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത്. 1 മണിക്കൂറൊക്കെ ദർശനം നടത്തി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. മഞ്ഞളാംകുഴി MLA കൂടി ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ഈ അപകടം ഉണ്ടായത് മുതൽ അങ്ങ് ഇതിന്റെ കാര്യങ്ങളാണെന്നറിയാം. എന്താണ് അല്ല, പാലക്കാട് കഴിഞ്ഞിട്ടുണ്ട്. 8:45, 8:45 ഇടയിൽ ഇവിടെ എത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച് അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് സംസ്കരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ക്രിമേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് അത് ചെയ്യും. സത്യത്തിൽ നാടൊന്നാകെ വെറുങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടത്. അപ്പോൾ ആർക്കും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അത്രയും മോശമായിട്ടൊരു ഇതാണ്. ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും പോയി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതൊരു വളരെ വലിയ ട്രാജഡി ആയിപ്പോയി. ഒരു അധ്യാപകൻ ഭിന്നശേഷി, കാഴ്ചപരിമിതി അതിജീവിച്ചുകൊണ്ടുള്ള ഒരു അധ്യാപകനുണ്ട്. അധ്യാപകൻ മജീദ് മാഷ്.
ഒക്കെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. വളരെ സങ്കടകരമായിട്ടൊരു സ്ഥിതി, ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. മജീദ് മാഷ് എപ്പോഴും സജീവമായിരുന്നില്ല എല്ലാത്തിനും. അതെ അതെ, മജീദ് മാഷ് നന്നായിട്ടറിയാം. ഭിന്നശേഷി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ടറിയാം. 2 മാസം മുമ്പാണ് അവർ പുതിയ വീടൊക്കെ വെച്ച് താമസം തുടങ്ങിയത്. മാഷ കൂടെ എപ്പോഴും വൈഫും സഹായം ആ കൂട്ടിന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കൈ സഹായം. അതെ അതെ അതെ. ബാക്കിയുള്ള അധ്യാപകരൊക്കെ തന്നെ ഈ നാട്ടുകാരാണുള്ളത്, അതാണ് ഏറ്റവും വലിയൊരു. അല്ല, HM പുലാമന്തോള്, വേറെ ആശ ടീച്ചർ കൊളത്തൂര്, ബാക്കിയുള്ളവരൊക്കെ ഈ നാട്ടുകാർ തന്നെയാണ്. എല്ലാവർക്കും പരിചിതരാണ്. തീർച്ചയായിട്ടും നമ്മളെ നാടിന് ഒരു തീരാ ദുഃഖം തന്നെയാണ് ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ മറികടക്കാനൊന്നും പറയാൻ കഴിയില്ല. എങ്ങനെയാ ഇവരെ പരിചയമുള്ള? ഞാൻ ഈ ഉപജില്ലയുടെ വിദ്യാഭ്യാസ ഓഫീസറാണ്. എൻ്റെ മങ്കട ഉപജില്ലയിലെ ഒരു വിദ്യാലയമാണ്. ഇപ്പോൾ സ്കൂൾ 1-2 തവണ സന്ദർശിച്ചിട്ടുണ്ട്, മോണിറ്ററിങ് നടത്താനൊക്കെ. അപ്പോൾ HM-ആയിട്ടൊക്കെ വളരെ നല്ല ബന്ധമാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വല്ലാത്തൊരു അവസ്ഥയാണ് അറിഞ്ഞത് മുതൽ അല്ലേ. ഓക്കെ. നമുക്ക് പലർക്കും ഈ ഒരു മരണം യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. കാരണം ഇത്രയും പ്രിയപ്പെട്ടവർ ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് അവരെ കൂടുതലൊന്നും അവരെ പറ്റി പറയേണ്ടത്, എല്ലാവരും കണ്ടുപരിചയമുള്ളവരൊക്കെ തന്നെ. ഞങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ളവരല്ലേ, എല്ലാവരും പരിചയമുള്ളവരുള്ള നാട്ടുകാരാണ് കൂടുതലും. ഈ പാങ്ങ്, പള്ളിപ്പറമ്പ് ചുറ്റുഭാഗത്തുള്ളവരാണ് എല്ലാവരും. ഇതിലിപ്പോൾ അജിത ടീച്ചർ, അതോടെ കുറച്ച് അകലുള്ളത് അജിത ടീച്ചർ, HM, ബാക്കിയുള്ള ഇവിടെ ചുറ്റുഭാഗത്തുള്ളവരാണ്. പിന്നെ അവിടെ പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളിയുടെ മഹലിൽ പെട്ട ആളുകളാണ്. അവിടെ തന്നെ 3 പേരുണ്ട് ആ മഹലിൽ. സാജിദ, ഷക്കീല, റംല ഒക്കെ പറയുന്ന ടീച്ചർമാർ ഒക്കെ. ഞാൻ പടപ്പറമ്പ് സ്വദേശിന് തൊട്ട് അടുത്ത സ്ഥലമാണ്. ഞാനവിടെ ജോലി ചെയ്യണ, പാങ്ങിൽ ജോലി ചെയ്യുന്ന ആൾ, മദ്രസയിൽ ജോലി ചെയ്യുന്ന ആൾ. മുതൽ എല്ലാവർക്കും ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. സാജിദ എന്ന് പറഞ്ഞ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ കോട്ടക്ക അൽമാസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ പ്രധാന ഉസ്താദ് ഷംസുദ്ദീൻ ഉസ്താദിന്റെ ഒരു പെങ്ങളാണ് ഈ റംല ടീച്ചർ എന്ന് പറയുന്ന ആൾ. ഷക്കീല എൻ്റെ കുടുംബത്തിൽപ്പെട്ട, വിളഞ്ഞപ്പല കുടുംബത്തിൽപ്പെട്ട ഒരു ടീച്ചർ വേറെ സ്കൂളിലാണ്. അതെ, അവിടുത്തെ അടുത്ത ഒരു UP സ്കൂള്. എല്ലാവരും സുഹൃത്തുക്കളായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത. എങ്ങനെയായാലും കനത്ത നഷ്ടമാണ്, വിഷമാണ് എല്ലാവർക്കും. റബ്ബ് സർവശക്തൻ ക്ഷമ നൽകട്ടെ കുടുംബങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വലിയ ദുഃഖമാണ് നമുക്കെല്ലാം പങ്കുവയ്ക്കാനുള്ള. ഓരോരുത്തർക്ക് അവരുടെ ഓർമ്മകൾ, അവർക്ക് ഇവരുമായിട്ടുള്ള ബന്ധം, ഇവരുടെ സൗഹൃദങ്ങളൊക്കെയാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത്. പലരും ഈ ഒരു വിഷമഘട്ടം എങ്ങനെ ഇനി മറികടക്കുമെന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. കാരണം ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സന്തോഷകരമായി പോയവരാണ്. അവരിപ്പോൾ 9 വാഹനങ്ങളിലായിട്ടാണ് തിരിച്ചെത്തുന്നത്. വലിയ സങ്കടകരമായ അവസ്ഥയാണ്. ടീച്ചറെ, ഈ സ്കൂളിലെ HM ആണ്. അജിത ടീച്ചറൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അജിതയും ഞാനും പഠിക്കണ കാലം മുതൽ തന്നെ അടുപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്ക് PSC കിട്ടി. ഫസ്റ്റ് ഇവിടെ പാങ്ങ സ്കൂളിലാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫറായി. 2 പേരും ബ്രാഹ്മണത്തോട് സ്കൂളിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തു. പിന്നെ HM പ്രൊമോഷനായപ്പോൾ ടീച്ചർക്ക് UP LP HM ആയിട്ടും എനിക്ക് ഹൈസ്കൂൾ HM ആയിട്ടാണ് കിട്ടിയത്. അപ്പം അങ്ങനെ എന്നാലും ഞങ്ങൾ അടുത്തടുത്തായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒരേ പ്രായമാണ്. അടുത്ത വർഷം ഞങ്ങൾ 2 പേരും ഒന്നിച്ച് റിട്ടയർ ചെയ്യേണ്ടവരാ. പെൻഷൻ പേപ്പറൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്യാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ആശ എൻ്റെ സ്റ്റുഡൻ്റാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. കൊളത്തൂർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആശയായിട്ടും നല്ല ബന്ധമുണ്ട്. അടുത്ത ദിവസം കൂടെ ഞങ്ങൾ കണ്ട് ടൂറിൻ്റെ കാര്യമൊക്കെ പോണ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ബാക്കി എല്ലാവരെയും അറിയാം. കാരണം നമ്മുടെ സ്കൂള് പാഠപുസ്തക സൊസൈറ്റി നമ്മുടെ സ്കൂളിലാണ്. അപ്പോൾ അവരെപ്പോഴും പുസ്തകം വാങ്ങാനും പുസ്തകം കൊണ്ടുവരാനൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ വർത്താനം പറയും. പിന്നെ ഇവിടെ മങ്കട സബ് ജില്ലാ കലോത്സവം നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ അവർ എല്ലാ അർത്ഥത്തിലും ഡ്യൂട്ടി ആയിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ എല്ലാത്തിനും പിരിവിനും ഒക്കെ എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു.
അവർക്ക് എന്ത് സഹായത്തിനും ഞങ്ങൾക്ക് അവരുമായിരുന്നു നല്ല അടുപ്പുണ്ടായിരുന്നു. അവർ കുറച്ച് സ്റ്റാഫല്ലേ അവരുള്ളൂ, പിന്നെ എല്ലാവരും ലേഡീസുമാണ്. യാത്ര പോയിട്ട് വിളിച്ചിരുന്നു? അല്ല, യാത്ര പോയിട്ട് വിളിച്ചിട്ടില്ല. അവസാനമായിട്ട് സ്കൂൾ പൂട്ടിയ സമയത്തായിരിക്കും. ഞങ്ങള് തിങ്കളാഴ്ചക്ക് ഒരു പ്രോഗ്രാം, നമ്മളെ ഹോക്കി കുട്ടികൾ നാഷണൽസ് കളിക്കുന്ന കുട്ടികളുണ്ട്, അപ്പോൾ അവരെ അനുമോദിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം അതിന് ഇന്നലെ ക്ഷണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ഈ സംഭവം കേൾക്കുന്നത്. ഈ ദുഃഖമെല്ലാം മറികടക്കാൻ കഴിയട്ടെ, അത് മാത്രമേ നമുക്ക് പറയാനും. കാണാൻ സഹിക്കാൻ പറ്റണില്ല ഈ 9 എണ്ണം അങ്ങനെ നിരന്നിരിക്കണം. ടീച്ചർക്ക് കുറച്ച് ആത്മബന്ധം ഉണ്ട്. അജിത ടീച്ചറുടെ സഹപാഠിയാണ്, ഒപ്പം ജോലി ചെയ്തവരാണ് ഒരു സ്കൂളിൽ. അതേപോലെ ആശ ടീച്ചർ ഈ ടീച്ചറുടെ ശിഷ്യയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടുതലൊന്നും അവരോട് ചോദിച്ച് അവരുടെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാം. കൂടുതലൊന്നും അവരോട് ചോദിക്കാൻ കഴിയില്ല. അത്രമാത്രം ആത്മബന്ധമുള്ളവരാണ് ഇവിടെ എത്തിച്ചേർന്ന പലരും. ഇതിൽ അധ്യാപകരുമുണ്ട്, തങ്ങളുടെ ഈ പ്രിയപ്പെട്ട കുട്ടികളുടെ അധ്യാപകരാണ്. അപ്പോൾ കുട്ടികളുണ്ടാകും. അങ്ങനെ ഈ ഒരു വേദനയെ ഈ നാട് എങ്ങനെ മറികടക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ എന്നുള്ളതൊക്കെ ആണ് അറിയേണ്ടത്. നമ്മളിപ്പോൾ ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ ഇവിടെ പൊതുദർശനത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. 9 പേടകങ്ങൾ അത് ഇവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ജീവിതത്തിലെ അവധി ദിവസങ്ങൾ സന്തോഷകരമായി ആഘോഷിക്കാൻ പോയവർ 9 ആംബുലൻസുകളിലായിട്ടാണ് മടങ്ങി വരുന്നത്. ഒരു വണ്ടിയിൽ പോയവർ 9 വണ്ടികളിലായിട്ട് മടങ്ങി വരുന്ന ഒരു വേദനാജനകമായ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമ്മളിവിടെ ഇനി കാണേണ്ടി വരിക. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ ഈ ഒരു നാട് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ്. ഈ സംഭവം അറിഞ്ഞത് മുതൽ ഇവിടെയുള്ള ആളുകളൊക്കെ ഉറക്കമൊഴിച്ചും ഒക്കെ ഈ പൊതുദർശനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെ മുൻകൈയെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് ഇവരുടെ വീരാധ്യാപകർക്ക് അവസാനമായിട്ട് യാത്രയപ്പ് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്, ഒരുക്കമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മറ്റു കാര്യങ്ങൾ കാണാം. ഇവിടെ ഈ ഒരു വഴിയിലൂടെ ഇതുവഴി കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ, ഒരു വരിയായി കടന്നു പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 8:30 ആംബുലൻസുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചെർപ്പശ്ശേരി വഴിയായിരിക്കും വരിക. അതാണ് ദൂരം കുറവുള്ള വഴി. അതിനുശേഷം 1 മണിക്കൂറോളം സമയം സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്ന് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ച പോലെ പള്ളി, മഹല്ല്, ഖബർസ്ഥാനുകളിലായിരിക്കും നടക്കുക. അതുപോലെ 2 അധ്യാപകരുടെ, അജിത ടീച്ചറുടെ, ആശ ടീച്ചറുടെയും, അത് അവരുടെ ഒന്ന് ഷൊർണൂരിലെ ശാന്തി തീരത്തിലായിരിക്കും അജിത ടീച്ചറുടെ സംസ്കാരം നടക്കുക. ആശ ടീച്ചറുടെ കുളത്തൂർ തറവാട്ട് വീട്ടിലാകും ഉണ്ടാവുക. അതേപോലെ അബ്ദുൽ മജീദും അധ്യാപകനാണ്, കാഴ്ചപരിമിതിയുള്ള അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയ. ഇവരുടെ സംസ്കാരം പാങ്ങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും, റംല ടീച്ചറുടെയും സ്കൂളിലെ പാചകത്തൊഴിലാളിയായ സാജിദയുടെയും ഷക്കീല ടീച്ചറുടെയും പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിലുമായിരിക്കും നടക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ അധ്യാപികയായ സുഹറയുടെയും മകൻ ഹാഷിമിൻ്റെയും സംസ്കാരം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിലധികം സമയം ഒരുപക്ഷെ ഈ പൊതുദർശനം നീളാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. എത്ര കുട്ടികൾ വരും, എത്ര നാട്ടുകാർ വരും, എത്തിച്ചേർന്നവർക്ക് എല്ലാം അവസാനമായിട്ട് നോക്കുന്നുണ്ട് യാത്ര പറയാനുള്ള അവസരം ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതുവാൻ. എന്നാണെങ്കിലും വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഈ നാടൊന്നാകെ. രഞ്ജിത്ത്. വികാരനിർഭരമായ രംഗങ്ങളാണ് സ്കൂളിൽ. ഇന്നലെ വരെ ഈ സ്കൂളിൻ്റെ ഭാഗമായിരുന്നവർ, ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവർ, അത്തരത്തിലുള്ള 9 ആളുകളുടെ മരണം വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി 3-4 ജീവനക്കാർ മാത്രമാണ് ഈ സ്കൂളിൽ അവശേഷിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ എത്രത്തോളം ദുഃഖകരമാണ് ഈ സംഗതി എന്നുള്ള, ഈ സംഭവം, ഈ വലിയ അപകടം എന്നുള്ളത് മനസ്സിലാകുന്നു. ഒരുമിച്ച് വിനോദയാത്രയ്ക്ക് പോയവർ, എല്ലാ കാര്യത്തിനും ഒരുമിച്ചുള്ളവർ, വർഷങ്ങളായി ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നവർ,
ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഒരുമിച്ച് ചിലവഴിക്കുന്നവർ, അവർക്കൊക്കെ ഈ യാത്ര ഒരു ദുരന്തമായി മാറുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം. അത് സഹപ്രവർത്തകർക്ക്, നാട്ടുകാർക്ക്, രക്ഷിതാക്കൾക്ക് സഹിക്കുന്നതിനപ്പുറമാണ്. ദൃശ്യങ്ങൾ കാണുന്നത് അവരുടെ ചിത്രങ്ങളാണ്. അനുമോദ, ഇനി ആ സ്കൂളിൽ അവശേഷിക്കുന്നത് 3-4 ജീവനക്കാർ മാത്രം. ആ സ്കൂളും പൂർണ്ണമായും അനാഥമാവുകയാണ്. അത് വല്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു നാട്ടിലെ പ്രാഥമിക വിദ്യാലയമാണ്, LP സ്കൂളാണ്. ആ സ്കൂളിൽ ഇനി ശേഷിക്കുന്നത് കേവലം 3 അധ്യാപകർ മാത്രമാണ് എന്നുള്ളതാണ് നടുക്കുന്ന ഒരു യാഥാർത്ഥ്യം. എങ്ങനെ ഈ ഒരു പ്രതിസന്ധി അവർ മറികടക്കുമെന്നതിന് ഉത്തരമില്ല. അധ്യാപകർ എന്ന് വെച്ചാൽ അത് ഒരാൾക്ക് പകരം ജീവനക്കാർ വരുമായിരിക്കും, പക്ഷെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ശൂന്യത, ആത്മബന്ധമുള്ള പ്രിയപ്പെട്ട ഒരു അധ്യാപകരാണ് നഷ്ടമായിരിക്കുന്നത്. അവർക്ക് പകരം മറ്റാരെത്തിയാൽ ഒരു പക്ഷേ ആ ഒരു ശൂന്യത അവർക്ക് മറികടക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വലിയ ദുഃഖമാണ്. ഈ ശൂന്യത എങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിലാണ് വലിയ സങ്കടം. പക്ഷേ ഈ അപകടം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇനി ആ സ്കൂളിൻ്റെ ഒരു സാഹചര്യം മാറുകയാണല്ലോ. 3 അധ്യാപകർ മാത്രമാണ് ശേഷിക്കുക. എങ്ങനെയാണ് ഈ ഒരു പരിസ്ഥിതി, ഈ സാഹചര്യത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ആശ്വാസമുള്ള അവധിക്കാലമാണെന്നുള്ളതാണ്. നമുക്ക് ഏപ്രിൽ, മെയ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്, ബാക്കിയുള്ള സഹപ്രവർത്തകരും വരുന്നത്. അപ്പോൾ അല്പം ഒരു മാനസികമായിട്ട് ആശ്വാസം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. എങ്കിലും ഒരു വലിയ ആഘാതം തന്നെയായിരിക്കും. ഇപ്പോൾ സ്കൂൾ പൂട്ടുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് വരുന്ന ഒരു കൂട്ടം നഷ്ടപ്പെട്ട് ആ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത ഗ്യാപ്പ് കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഓരോ അധ്യാപകനും കുട്ടികളുടെ മനസ്സിലൊരു സ്ഥാനമാണല്ലോ, അത് മറ്റൊരാൾക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും വേറൊരാൾ വന്നാലും ആ ശൂന്യതാ വേദന അതുപോലെ തന്നെയായിരിക്കും. അതൊരു വിഷയമാണ്. കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല, സഹപ്രവർത്തകർക്ക്, ബാക്കിയുള്ള സഹപ്രവർത്തകർക്ക്, രക്ഷിതാക്കൾക്ക്, ആ നാട്ടുകാർക്ക്. ഈയിടെയായിട്ട് ആ സ്കൂള് ഒരു ജനകീയമായ ഇടപെടലിലൊക്കെ മുൻകാലങ്ങളിൽ നിന്ന് കൂടുതലായി മുന്നോട്ട് വന്നിട്ടുള്ളതാണ് കിട്ടുന്ന റിപ്പോർട്ട്. PTA പ്രസിഡന്റും ഒക്കെ പറഞ്ഞതനുസരിച്ചാണ് അത്തരത്തിലാണ്. മാത്രമല്ല ഇവരുടെ യാത്ര പോലും അവർ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്, അവർ അങ്ങനെ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് യാത്ര പോയതെന്ന് പറയും. അപ്പം നാടിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലത്തേക്ക് അതൊരു വല്ലാത്ത ആഘാതമായിരിക്കും. പിന്നെ കാലം മായ്ക്കാത്ത മുറിവുകളില്ലാന്നാണ്. കാലക്രമേണ അങ്ങനെ ആശ്വസിക്കാം. ഇത്രയും അധ്യാപകർ ഒരുമിച്ച് ജീവൻ നഷ്ടമാകുന്ന മറ്റൊരു ദുരന്തം ഓർമ്മയിലുണ്ടായിട്ടില്ല, ഒരു അപകടം. അതെ, തീർച്ചയായിട്ടും ഒരു ഞെട്ടലാണ് കേരളം ഒട്ടുക്ക്. നമ്മൾ പാങ്ങിലോ മലപ്പുറത്തോ മാത്രമല്ല, കേരളത്തിൽ ഒട്ടുക്ക് അതിൻ്റെ ഒരു ഞെട്ടൽ ഉണ്ട്. ചാനലുകളിലൂടെ ആണെങ്കിലും മറ്റു തരത്തിലാണെങ്കിലും നമുക്കൊക്കെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് പല ഭാഗത്തുനിന്ന് പരിചയക്കാരുടെ വിളി വരികയാണ്, അറിയുന്ന ആരെങ്കിലും അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അവസ്ഥയാണ്. പാങ്ങൊരു വലിയ വിങ്ങലായി മാറുന്ന സാഹചര്യമാണ് നമുക്ക്. ഈ ഒരു നാട് അത് ഒന്നാകെ ഈ ഒരു ദുഃഖത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇതുവരെ ഇത്തരമൊരു സാഹചര്യം അത് ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അത് വലിയ ഒരു ദുരന്തമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇതിൻ്റെ ആഘാതത്തെ മറികടക്കുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലും അതുപോലെ പ്രിയപ്പെട്ടവർക്കൊക്കെയാണെങ്കിലും അത് എത്ര ശ്രമകരമായിരിക്കുമെന്ന് നമുക്ക് വാക്കുകളാൽ പറയാൻ കഴിയുന്ന ഒന്നല്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇന്നലെ രാത്രി മുതൽ ഇവിടെയുള്ളവരാണ് ഈ ഒരു ഒരുക്കങ്ങൾക്കൊക്കെ, അതായത് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഈ ഉറക്കം ഒഴിച്ചൊക്കെ ആണ് ഇതൊക്കെ ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ച് ഇതൊരു വല്ലാത്ത ഒരു നിമിഷമാണ്. ഈ ഒരു ഘട്ടം അത് മറികടക്കുക എന്നുള്ളത്, അതിജീവിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ട് തന്നെ കാണണം. ഇത് ഇന്നലെ രാത്രി മുതൽ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതല്ലേ? ഇത് കേട്ടപ്പോൾ വിഷമത്തിലാണ്. പിന്നെ നമ്മളെ അയൽവാസികളാണ്, അറിയായിരുന്നു അല്ലേ? ഒക്കെ മാറിൻ്റെ ടീമാണ്.
ഈ മുസ്തഫയൊക്കെ അറിയോ? എല്ലാവരും അറിഞ്ഞു ഇവിടെ അയൽവാസികളാണ്, ഒക്കെ അറിയുന്ന ആൾക്കാരാണൊക്കെ. പല ആൾക്കാർ ഒരു കുടിയിരുന്നിട്ട് ഇപ്പോൾ ഒരു മാസം കുടിയിരുന്നിട്ട് പരിമിതി അതിജീവിച്ചുകൊണ്ട് ജീവിച്ചു പോയിരുന്നു. കുടിയിരുന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ. അതാണ് സുഖം. പിന്നെ അവർക്ക് കണ്ണും കാണൂല. പക്ഷെ ഭാര്യയും കൂടെ ഭാര്യ ഉണ്ടായിരുന്നു. ഒരു ഷക്കീൽ ടീച്ചർ വേറെ സ്കൂളിൽ ആ സ്കൂളിൽ അധ്യാപകമാണ്. അവരുടെ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ അങ്ങനെ അവരുടെ കൂടെ പോയതാണ്. എല്ലാവർക്കും വലിയ ദുഃഖമാണ്. കേട്ടപ്പോൾ മുതൽ ഇല്ലാത്തൊരു സങ്കടമായിരിക്കും അല്ലേ? അറിയുന്നവരാണോ അധ്യാപകരൊക്കെ? അറിയാം. നാട്ടുകാർ ചേട്ടാ നിങ്ങൾക്ക് ഇവിടുത്തുകാരാണോ? ഒക്കെ വാങ്ങുകാരാണോ നിങ്ങളൊക്കെ? അതിൽ റംല എന്ന് പറയുന്ന ടീച്ചർ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയും കൂടിയാണ് തൊട്ടടുത്ത വീട്ടുകാർ. അറിയുന്നവരാണ്. പിന്നെ അവർ ഫാമിലി തന്നെ നമ്മൾ അറിയുന്നവരാ. വീട്ടിലെ ഫാമിലി തന്നെ നമ്മൾ അറിയുന്നവരാണ്, നമ്മുടെ അടുത്തുള്ളവരാണ്. അവര് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നോ? ഇത് മറ്റേ രണ്ട് കുട്ടി, ഒരു മോനെ പുറത്താണുള്ളത്. പിന്നെ രണ്ട് കുട്ടികൾ അവിടെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അവർ വേറെ ഇവിടെ കോഴിക്കോട് ഭാഗത്തൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക, നമ്മൾ വിധിയല്ലേ, നമ്മൾ ഉൾക്കൊള്ളല്ലേ കഴിയും. പിന്നെ അത്ര ചെറിയ മക്കളല്ല, പക്ഷേ ഇത് തൻ്റെ അടക്കായ മക്കളാണ്. പിന്നെ അവർക്ക് അവർ ഉൾക്കൊള്ളാണ്, നിവൃത്തിയുള്ളൂ. നിവൃത്തിയില്ല. എവിടുത്തുകാരനാണോ? വാങ്ങാണോ? അറിയുന്നവരാണ്. തൊട്ട അയൽവാസികളൊക്കെയാണ് കാണുന്നവരാണ്. പക്ഷെ ദുഃഖം കൊണ്ട് എന്താ പറയേണ്ടതെന്നുള്ള അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ പേരെ കുട്ടികളെ മുഴുവൻ ഈ ടീച്ചർമാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദുഃഖത്തിൻ്റെ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂൾ കൂടിയാണ്. പറയാൻ മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ 2ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച വ്യക്തിയാണ്. അങ്ങനെ സ്കൂളുമായിട്ട് ബന്ധമുണ്ട്, ഈ ഫാമിലിയായിട്ട്, ഈ ടീച്ചർമാരുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ എൻ്റെ ഒരു വലിയ മോൻ്റെ മോള് ഭാര്യ അവിടെ കുറച്ച് ഒരു 6-7 മാസം ഡെയിലി ബേസിന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളായിട്ട് ഒരുപാട് ബന്ധമാണ്. താങ്ങാൻ കഴിയാത്തൊരു ദുരന്തമായിപ്പോയി. ദുഃഖകരമാണ് ഈ സാഹചര്യം. എല്ലാവർക്കും ഓരോരോ ഓർമ്മകളും ഓരോരോ അനുഭവങ്ങളൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്. പലർക്കും അവരുമായി സൗഹൃദമുള്ളവരുണ്ട്, പരിചയമുള്ളവരുണ്ട്. അങ്ങനെ തിരിച്ചും വ്യക്തിബന്ധങ്ങളൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇവർക്ക് എത്രമാത്രം വേദനയുണ്ട്, എത്രമാത്രം വേദനയിലാണ്, എത്രമാത്രം ഈ ഒരു നിമിഷത്തെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല. പലരും വിങ്ങി പൊട്ടുന്നുണ്ട്. ഇനി ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു സമയം നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഒട്ടേറെ ദുരന്തങ്ങൾ നമ്മൾ കണ്ടിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടെങ്കിൽ പോലും ഇത് എങ്ങനെയാകും ആ നിമിഷം എന്നുള്ളത് സത്യത്തിൽ ഒരിക്കലും പറയാനാകില്ല. കണ്ണീരിൽ കുതിർന്നു നിൽക്കുകയാണ് ഈ ഒരു സ്കൂളും പരിസരവും നാടും ഒന്നാകെ. രഞ്ജിത്ത്, എങ്ങനെ ഈ ദുരന്തം വിശ്വസിക്കാനാവും എന്നുള്ള ഒരു വല്ലാത്ത സങ്കടത്തിലാണ് ആ നാടും നാട്ടുകാരും. ഇന്നലെ വരെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ, ഒരു സ്കൂളിൻ്റെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നവർ, തങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നവർ, ഏറെ സജീവമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നവരൊക്കെ ഒരുമിച്ച് ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായ, അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കാത്ത, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ് ആ നാട്. അത് അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നു.